വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ ആ ജീവിത പങ്കാളികളുമായി അവരുടെ പ്രാരാബ്ധങ്ങൾ, അവരുടെ ലോകമായി, അവരുടെ യാത്രകളായി അകന്നകന്ന് പോകുമ്പോൾ ഹൃദയം തകരാതിരിക്കാൻ മക്കളിൽ പ്രത്യാശ വയ്ക്കരുത്, മാതാപിതാക്കളിൽ പ്രത്യാശ വയ്ക്കരുത്, മനുഷ്യരിൽ പ്രത്യാശ വയ്ക്കരുത്. പകരം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറലിൽ അടുത്തൊരു ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ജൂൺ മാസത്തിലെ അടുത്തൊരു ദിവസം. ഏമാൻ, ഈ ഒരു മാസം മന്ത് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നാണ് ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അത് നടക്കാൻ പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഓരോ ദിവസവും ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറലിൻ്റെ ഡയറിയിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ ഓരോ ചിന്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ അതിശക്തമായി നമ്മളെ വചനത്തിൽ നിന്ന് നയിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ വചനത്തിന് വേണ്ടി തയ്യാറെടുക്കാം. ഡയറികൾ തുറക്കാം, ബൈബിളുകൾ തുറക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്കമാലിയിൽ നിന്നുള്ളൊരു വെൽവിഷറാണ്. താങ്ക് യു സോ മച്ച്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ സഭയെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും ഒരു ഉണർവുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഉണർവിൻ്റെ കാറ്റ് ഓരോ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും വീശട്ടെ കർത്താവെ. അപ്പോൾ തന്നെ എല്ലാ കോട്ടേജ് മീറ്റിങ്ങുകളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നീക്കമുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എവിടെയൊക്കെ 2-3 പേർ കൂടുന്നോ കർത്താവ്, അവിടെ അങ്ങയുടെ സാന്നിധ്യം അതിശക്തമായി കർത്താവെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു, വ്യക്തിയുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഫാമിലി ലൈഫിനെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവ് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ നമ്മുടെ എല്ലാ വിശ്വാസികളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഓർപ്പിക്കട്ടെ, ഈ ആഴ്ച ഫ്രൈഡേ ഈവനിങ് നമുക്ക് ശ്രീകാര്യത്ത് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നമ്മുടെ പാസ്റ്റേഴ്സ് വന്ന് ശുശ്രൂഷിക്കുന്നു. അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ അവസാനം നമുക്ക് UAE നമ്മുടെ മിറക്കിൾ നൈറ്റ് നടക്കുകയാണ്. അതിലും പ്രത്യേകമായി UAE വ്യക്തികൾ വന്നു ചേരുക. കർത്താവ് അതിശക്തമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്പർശം അനുഭവിക്കുവാൻ ഒരുങ്ങൂ. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ 2026 ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാസ്റ്റർ ഡാമിയൻ ആൻ്റണിയും പാസ്റ്റർ ഷെമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥന, രോഗസൗഖ്യ ശുശ്രൂഷ, ശക്തമായ ദൈവവചന സന്ദേശം. വെൽക്കം ബാക്ക്. ഈ ജൂൺ മാസം സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ മാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ ജീവിതത്തിൽ ഉറപ്പിക്കും. നോഹയുടെ പെട്ടകം വെള്ളത്തിന് മുകളിലൂടെ ഒഴുകി 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 എവിടെയൊക്കെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. വടക്ക് നോക്കി യന്ത്രമില്ല, ഇതിന് യന്ത്രം ഘടിപ്പിച്ചിട്ടില്ല, എഞ്ചിനില്ലാത്ത ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു ഷിപ്പാണ് ഈ ഒഴുകി നടക്കുന്നത്. കാറ്റും മഴയും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകി നടന്നു. പക്ഷെ ദൈവത്തിൻ്റെ കൺട്രോളിലായിരുന്നു. എന്നാൽ ഇതെല്ലാം തീർന്നൊരു ദിവസം പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്നൊരു വചനം കിടപ്പുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഇതുപോലെ ദൈവം ചിലരെ ചില സ്ഥലത്തങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുക, ഉറപ്പിക്കാൻ പോവുക. ഒഴുകി നടക്കുന്നതിന് പകരം, ഡ്രിഫ്റ്റ് ചെയ്ത് നടക്കുന്നതിന് പകരം, അങ്ങോട്ടും ഇങ്ങോട്ടും ടൈഡ് അനുസരിച്ച് പോകുന്നതിന് പകരം ഒരു സ്ഥലത്ത് ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ പോകുന്നു. അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒരു ആമേൻ ടൈപ്പ് ചെയ്യുക. ഒരു ഇമോജി, ഇങ്ങനൊരു ഇമോജി ഉണ്ടല്ലോ, അതെടുത്തിടുക. ഓക്കെ, ഇന്ന് ജൂൺ 9 ട്യൂസ്ഡേ. ഇന്ന് ജൂൺ 9 ചൊവ്വാഴ്ചയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ഒന്ന് ആ പേജ് തുറക്കുക. എന്നിട്ട് നോക്കിയാൽ അവിടെ കാണാം അൺഷേക്കബിൾ ഹോപ്പ്. കുലുങ്ങാത്ത പ്രത്യാശ, ഇളക്കം തട്ടാത്ത പ്രത്യാശ. അതൊന്ന് ടൈപ്പ് ചെയ്യണം. അൺഷേക്കബിൾ ഹോപ്പ് എന്നത് ദയവായി ടൈപ്പ് ചെയ്യുക. എത്ര പേര് കാണുന്നുണ്ടോ അത്രയും പേര് ടൈപ്പ് ചെയ്യുക. ലൈവായി കണ്ടാലും റീപ്ലേ ആയി കണ്ടാലും ടൈപ്പ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക അൺഷേക്കബിൾ ഹോപ്പ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നവർ ഇളകാത്ത പ്രത്യാശ.
ഇനി എബ്രാലേഖനം 6:19, ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 6 ആൻഡ് വേഴ്സ് നമ്പർ 19, അതിങ്ങനെ പറയുന്നത്, വി ഹാവ് ദിസ് ഹോപ്പ് ആസ് എൻ ആങ്കർ ഫോർ ദ സോൾ, ഫേം ആൻഡ് സെക്യൂർ. നമുക്ക് ഈ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമായിട്ട് ഉറച്ച ഒരു സുരക്ഷിതമായി ഉള്ള ഉറപ്പോടെ നമുക്കുണ്ടല്ലോ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ശരിയായ പരിഭാഷ സ്ക്രീനിൽ നോക്കണേ. ഡെക്ലറേഷൻ, ഹോപ്പ് ആങ്കേഴ്സ് മൈ സോൾ ടുഡേ. ഇന്ന് പ്രത്യാശയാണ് എൻ്റെ ആത്മാവിൻ്റെ നങ്കൂരമായിരിക്കുന്നത്. ഐ റെഫ്യൂസ് ടു ബി ഷേക്കൺ ബൈ ഫിയർ ഓർ ഡൗട്ട്. ഭയമോ സംശയമോ എന്നെ കുലുക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ കിടപ്പുണ്ട്, വായിച്ച് ദയവായി ബോക്സിൽ ടിക്ക് ചെയ്യുക. അൺഷേക്കബിൾ ഹോപ്പ്, ഇളകാത്ത പ്രത്യാശയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ പോവുകയാണ് അതേ പേജിൽ. അത് 4ആയി ഡിവൈഡ് ചെയ്ത് 4 പോയിൻ്റുകളും അതിനുള്ളിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡർലി ദയവായി എഴുതുക. ഒത്തിരി പേര് ഇത് കൃത്യമായി എഴുതി ഹെഡിങ്സ് ഒരു പ്രത്യേക കളറിൽ, മറ്റത് വേറൊരു കളറിലൊക്കെ എഴുതി ഹൈലൈറ്റർ കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഭംഗിയാക്കി എനിക്ക് ചില സമയത്ത് നോട്ട്സിൻ്റെ ഇമേജുകൾ അയച്ചു തരാറുണ്ട്. കർത്താവ് അങ്ങനെ വിശ്വസ്തയോടെ ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എനിക്ക് അയച്ചു തരണമെന്നൊന്നുമില്ല, ഞാനത് പറയുന്നില്ല. പക്ഷേ ചെയ്യുക, അതൊരു ഡിസിപ്ലിനാക്കി മാറ്റുക. നമ്പർ 1, ബിബ്ലിക്കൽ ഹോപ്പ് ഈസ് കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷൻ. വേദപുസ്തകം പറയുന്ന പ്രത്യാശ ഉറപ്പോട് കൂടിയ, ആത്മവിശ്വാസത്തോടു കൂടിയ ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ്. സ്ക്രിപ്ചറൽ ഹോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ പ്രത്യാശ, ഇറ്റ്സ് നോട്ട് വിഷ്ഫുൾ തിങ്കിങ്. ചുമ്മാ ഒരു അഭിലാഷമല്ല, ചുമ്മാ ഒരു ആഗ്രഹമല്ല. ഇറ്റ് ഈസ് കോൺഫിഡൻറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടെയുള്ള ഒരാശ്രയവും ഒരു വിശ്വാസവുമാണ്. റോമാലേഖനം 15:13, മേ ദ ഗോഡ് ഓഫ് ഹോപ്പ് ഫിൽ യു വിത്ത് ജോയ് ആൻഡ് പീസ്. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സന്തോഷത്താലും സമാധാനത്താലും നിറയ്ക്കട്ടെ. ഞാൻ ഈ വചനം റോമർ 15:13 എന്ന് ഞാൻ വാഗൊണ്ട് പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളത് വിശ്വസിച്ച് റിസപ്റ്റിവിറ്റിയോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷം 6:63 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് സന്തോഷവും സമാധാനവും ഈ വചനത്തിൽ നിന്ന് പുറപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് റിലീസായി കഴിഞ്ഞു. തീത്തോസിൻ്റെ ലേഖനം 1:2 വചനത്തിൽ പറയുന്നത്, ഗോഡ് ഡസ് നോട്ട് ലൈ. ഒരിക്കലും ദൈവം കള്ളം പറയുന്നില്ല, ഭോഷ്ക് പറയുന്നില്ല, പൊളി പറയുന്നില്ല, നുണ പറയുന്നില്ല, വ്യാജം പറയുന്നില്ല. സാം 130 and verse number 5, 130-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ കാണുന്നത്, ഐ വെയിറ്റ് ഫോർ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് വേർഡ് ഐ പുട്ട് മൈ ഹോപ്പ്. ഞാൻ കർത്താവിനായി കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ എൻ്റെ പ്രത്യാശ വച്ചിരിക്കുന്നു. ഇതിലിരിക്കുന്ന എത്ര പേർക്ക് വചനത്തിൽ പ്രത്യാശയുണ്ട്? ദൈവവചനത്തിൽ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? എന്തിലാണ് നിങ്ങളുടെ പ്രത്യാശ ഇരിക്കുന്നത്? മനുഷ്യരിലാണോ, ഭർത്താവിലാണോ, പിതാവിലാണോ? അങ്ങനെയുള്ളവരൊക്കെ ആ വ്യക്തികളിൽ നിന്ന് അകലുകയോ ആ വ്യക്തി ഒത്തിരി അല്പം പരുഷമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തകർന്നു. കാരണം പ്രത്യാശ അവിടെ തീർന്നു. ഇന്ന ആളിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്, അവിടെ തീർന്നു. ചില അമ്മമാരുണ്ട്, അവർ മക്കളിൽ പ്രത്യാശ വയ്ക്കും. അയ്യോ, മക്കളൊന്നും വളർന്നു വലുതായിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ, അവൻ എന്നെ നോക്കും, അവൾ എന്നെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പ്രത്യാശ വച്ചിരിക്കും. അവർ വളർന്നു വലുതായി കഴിയുമ്പോൾ അവരുടേതായ രീതികളായി വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ ആ ജീവിത പങ്കാളികളുമായി അവരുടെ പ്രാരാബ്ധങ്ങൾ, അവരുടെ ലോകമായി, അവരുടെ യാത്രകളായി അകന്നകന്ന് പോകുമ്പോൾ ഹൃദയം തകരാതിരിക്കാൻ മക്കളിൽ പ്രത്യാശ വയ്ക്കരുത്, മാതാപിതാക്കളിൽ പ്രത്യാശ വയ്ക്കരുത്, മനുഷ്യരിൽ പ്രത്യാശ വയ്ക്കരുത്. പകരം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഈ പ്രത്യാശയുടെ പ്രത്യേകത, ഹോപ്പ് സ്റ്റാൻഡ്സ് ഓൺ ഗോഡ്സ് ക്യാരക്ടർ. പ്രത്യാശ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയുടെ മേലാണ്. ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ കള്ളം പറയാത്ത, വ്യാജം പറയാത്ത, ഉറച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ വാക്കുമാറാത്ത സ്വഭാവ സവിശേഷതയിൽ
കാലൂന്നിയാണ് പ്രത്യാശ നിൽക്കുന്നത്, നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ നിൽക്കുന്നത്. നോട്ട് ചേഞ്ചിങ് ഇമോഷൻസ്. മാറിക്കൊണ്ടിരിക്കുന്ന വൈകാരികമായ അനുഭവത്തിലല്ല അതിരിക്കുന്നത്. മനുഷ്യരെല്ലാം മാറിക്കൊണ്ടിരിക്കും. മൂട് മാറും. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു വാടക കെട്ടിടം ലഭിക്കേണ്ടതിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയുടെ അടുക്കൽ ഞാൻ സമീപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാടക ബിൽഡിങ്ങാണ് എനിക്ക് എടുക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മിനിസ്ട്രിയുടെ ഒരു ഓഫീസായിട്ട് എടുക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം വന്നു. ഞാൻ ചെന്നപ്പോൾ ഭയങ്കര സ്വീകരണമായിരുന്നു. നിങ്ങളൊരു സുവിശേഷകനല്ലേ, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് അല്ലേ, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, നിങ്ങളെന്നെ പറ്റിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിട്ട് പോയി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അത് കൊടുത്തു പോയല്ലോ, അത് പോയി. ഞാനങ്ങ് വല്ലാതെ വിഷമിച്ചു പോയി. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞത്, നിങ്ങളെന്നെ പറ്റിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞ ആൾ പിറ്റേ പ്രാവശ്യം ചെന്നപ്പോൾ വേറെ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മൂഡനുസരിച്ച് പിന്നീട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് കിട്ടി. എങ്കിലും ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ മൂഡനുസരിച്ച് വാക്കുകൾ മാറ്റും. എന്നാൽ ദൈവത്തിന് ഇതുപോലുള്ള ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, നിഴലുകൾ മാറുന്നത് പോലെ അവൻ മാറുന്നില്ല. ഇതാണ് വചനം പറഞ്ഞിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1:17 എൻ്റെ ഓർമ്മ. വളരെ വ്യക്തമായത് പറഞ്ഞിരിക്കുന്നു. എല്ലാ നല്ല ദാനവും തികഞ്ഞവരും ഉയരത്തിൽ നിന്ന് സ്വർഗത്തിലെ പിതാവിൽ നിന്ന് തന്നെ വരുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് പറയുന്നത്, ദർ ഈസ് നോ ഷാഡോ ഓഫ് ടേണിങ് ഇൻ ഹിം. നിഴലുകൾ മാറുന്നത് പോലെ ഒരു മാറ്റവും അവനിൽ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സ്പർശം അനുഭവിക്കുവാൻ ഒരുങ്ങൂ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 2026 ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗർ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാസ്റ്റർ ഡാമിയൻ ആൻ്റണിയും പാസ്റ്റർ ഷെമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹ പ്രാർത്ഥന, രോഗസൗഖ്യ ശുശ്രൂഷ, ശക്തമായ ദൈവവചന സന്ദേശം. നമ്പർ 2, ഹോപ്പ് ആങ്കേഴ്സ് ദ സോൾ ഡ്യൂറിങ് സ്റ്റോംസ്. കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് ഈ പ്രത്യാശയാണ് നമ്മുടെ ആത്മാവിനെ, അല്ലെങ്കിൽ നമ്മുടെ സോൾ പാർട്ടിനെ, നമ്മുടെ മനസ്സിനെ നങ്കൂരമിട്ട് ഉറപ്പിച്ച് നിർത്തുന്നത്. നങ്കൂരം അനേക പ്രാവശ്യം ഞാൻ മോർണിംഗ് ഗ്ലോറിയിൽ പറഞ്ഞിട്ടുണ്ട്. നങ്കൂരം എല്ലാവർക്കും അറിയാമല്ലോ. കപ്പലിനെ ഭയങ്കരമായ കൊടുങ്കാറ്റോ ഭയങ്കരമായ തിരമാലകളൊക്കെ ഉള്ള സമയത്ത് കപ്പലിനെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തണമെങ്കിൽ അവിടുത്തെ കപ്പലിലെ ജോലിക്കാർ വളരെ ഹെവി ആയിട്ടുള്ള ഭാരമുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആങ്കർ, നങ്കൂരം താഴേക്കിടുന്നത് കടലിൻ്റെ അടിത്തട്ടിൽ ഏതെങ്കിലും പാറയിൽ കൊണ്ടുപോയി അതിനെ കൊളുത്തി നിർത്തുന്നു. അങ്ങനെ കപ്പൽ അവിടെ നിന്ന് പോകാതെ അവിടെ ഉറച്ചു നിൽക്കുന്നു. അതാണല്ലോ ആങ്കർ. അപ്പോൾ പ്രത്യാശയെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഈ ആങ്കറിനോട്, നങ്കൂരത്തോടാണ്. അതിൻ്റെ അർത്ഥം പ്രത്യാശയുണ്ടെങ്കിൽ കപ്പൽ ഒരു സ്ഥലത്ത് പാറയിൽ കൊളുത്തി ഉടക്കി ഈ കാറ്റിലും തിരമാലയിലും ഒഴുകിപ്പോകാതെ പിടിച്ചു നിർത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റുകളോ തിരമാലകളോ അതിന് നടുവിൽ ഒഴുകിപ്പോകാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ നങ്കൂരമാണ്. ആങ്കേഴ്സ് ഡു നോട്ട് റിമൂവ് സ്റ്റോംസ്. ഈ നങ്കൂരം താഴെ പാറയിൽ കൊളുത്തിയതുകൊണ്ട് കാറ്റ് നിലയ്ക്കുമോ തിരമാലകൾ ശാന്തമാകുമോ? അതൊന്നും സംഭവിക്കില്ല. അതിനുള്ളതല്ല ആങ്കർ. ദേ പ്രിവെൻറ്റ് ഡേഞ്ചറസ് ഡ്രിഫ്റ്റിംഗ്. വളരെ അപകടം പിടിച്ച ഒഴുകിപ്പോക്കിനെ തടയുന്നതാണ് ഈ പറഞ്ഞ ആങ്കർ. അതിനു വേണ്ടിയിട്ടാണ്. കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും, തിരമാലകൾ വീണ്ടും പൊങ്ങിക്കൊണ്ടേയിരിക്കും, പക്ഷേ അതിന് നടുവിലും ഒഴുകിപ്പോകാതെ നിർത്തുന്നത് പ്രത്യാശയാണ്. നമ്മുടെ ഉള്ളിൽ പ്രത്യാശയുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മുഴുവൻ അതോടെ കെട്ടടങ്ങും എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഒഴുകിപ്പോകാതെ, വിശ്വാസം നഷ്ടപോകാതെ, പതറിപ്പോകാതെ, ഡിപ്രഷൻ പോകാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. കാരണം ജീവിതത്തിൽ പലപ്പോഴും കാലവിളംബം അഥവാ കാലതാമസം വരും, ഡിലേ വരും. പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കില്ല. ഉദാഹരണത്തിന് ചില ആൾക്കൊക്കെ വിവാഹം കഴിക്കാൻ ഭയങ്കര തിരക്കാണ്.
പക്ഷേ വിവാഹം വൈകുന്നു. പിന്നെ ഭയങ്കരമായി മൂഡ് ഓഫ് ആകുന്നു. പ്രത്യേകിച്ച് ചില പെൺകുട്ടികൾ ഒരു പ്രതീക്ഷിച്ച സമയത്ത് വിവാഹം നടക്കുന്നില്ല, വൈകുന്നത് കണ്ടാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, മൂഡ് ഓഫ് ആകുന്നു, എല്ലാവരോടും ദേഷ്യപ്പെടുന്നു, പാത്രങ്ങൾ എറിയുന്നു, എല്ലാവരോടും വേറെ ഓടായിട്ട് പെരുമാറുന്നു. അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളും കണ്ടേക്കാം. അപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിൽ, പല കാര്യങ്ങളിലും ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ ചിലപ്പോൾ ഡിലേ വന്നെന്നിരിക്കും. ആ സമയത്തൊക്കെ പെട്ടെന്ന് പാനിക് ചെയ്യുക. ദൈവം ഇത് കാണുന്നില്ലേ, കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ട് എന്തുകൊണ്ട് തരുന്നില്ല. ജീവിതത്തിൽ കാലതാമസങ്ങൾ വരാം, ഓപ്പോസിഷൻ വരാം, പലതിനും എതിർപ്പുകളുണ്ടാകും. നല്ല കാര്യം ചെയ്യുന്നതിന് എതിർപ്പുകളുണ്ടാകും. പലപ്പോഴും നല്ല കാര്യം ചെയ്യുന്നതിനാണ് എതിർപ്പുകളുള്ളത്. ചീത്ത കാര്യങ്ങൾ ചെയ്തതിന് യാതൊരു എതിർപ്പും ചില സമയത്തുണ്ടാവില്ല. കാരണം അതാണ് ലോകം, എല്ലാവരും ചെയ്യുന്നത് അതാണ്. എന്നാൽ ഒരാൾ തീരുമാനമെടുക്കുക, നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭയങ്കരമായ എതിർപ്പുകൾ വരാം, ദുഃഖങ്ങൾ വരാം, അനിശ്ചിതമായ കാലഘട്ടങ്ങൾ വന്നേക്കാം. എന്നാൽ അവിടെയെല്ലാം ഹോപ്പ് കീപ്സ് ദ സോൾ സെക്യൂർഡ് ഇൻ ഗോഡ്. കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയുന്ന യുഗങ്ങളുടെ പാറ എന്നല്ലേ. സമുദ്രത്തിൻ്റെ അഗാധത്തിലും പാറയുണ്ട്. ആ പാറയിലാണ് എൻ്റെ പ്രത്യാശ കൊണ്ടുപോയി കൊളുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കപ്പൽ ഈ കാറ്റിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാൽ ഒരിക്കലും ഒഴുകിപ്പോകുകയില്ല. 62-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വചനം വായിച്ച് നോക്കി. മൈ ഹോപ്പ് കംസ് ഫ്രം ഹിം. എൻ്റെ പ്രത്യാശ അവനിൽ നിന്നല്ലോ വരുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3:21. യെറ്റ് ദിസ് ഐ കോൾ ടു മൈൻഡ് ആൻഡ് ബിഫോർ ഐ ഹാവ് ഹോപ്പ്. വിലാപങ്ങളുടെ പുസ്തകം 3:21 പറയുന്നത്, ഇത് ഞാൻ എൻ്റെ മനസ്സിൽ ധ്യാനിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യാശയുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യാശയുണ്ട്. റോമലേഖനം 5:5. ഹോപ്പ് ഡസ് നോട്ട് പുട്ട് അസ് ടു ഷെയിം. പ്രത്യാശയുണ്ടെങ്കിൽ നാണം കെടേണ്ടി വരികയില്ല, നാം നാണം കെടുകയില്ല. ഹോപ്പ് സ്റ്റെബിലൈസസ് ദ ഇന്നർ ലൈഫ്. ഈ പ്രത്യാശയാണ് നമ്മുടെ ആന്തരിക ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുന്നത്. പർവ്വതാരോഹകർ അവർ ചെയ്യുന്നത് ചില പ്രത്യേക ക്ലിഫ് റിഡ്ജുകൾ ഒക്കെ വരുന്ന, ചില ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ഭയങ്കരമായ കയറ്റങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് അവർ ചില പ്രത്യേകമായ ചില കേബിളുകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക കയറുകൾ കൊണ്ട് അടുത്ത പാറമേൽ ഒരു സ്ഥലത്ത് അതിനെ ഉറപ്പിച്ച് ഹുക്ക് ചെയ്യുന്നു. അതിനെ ഉറപ്പിച്ച ശേഷമാണ് അതിലൂടെ നടന്നു പോവുകയോ തൂങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ പാറയിൽ പിടിച്ച് കയറുകയോ ഒക്കെ ചെയ്യുന്നത്. ഇതുപോലെയാണ് ഹോപ്പ് കീപ്സ് us connected to security beyond ourselves. നമ്മേക്കാളപ്പുറത്ത്, നമുക്ക് നമ്മുടെ കഴിവിലുള്ള വിശ്വാസമല്ല, അതിനപ്പുറത്ത് ഉറച്ച പാറമേൽ അതിന്മേൽ കൊളുത്തിയുള്ള ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, അതാണ് പ്രത്യാശ നമുക്ക് നൽകുന്നത്. നമ്പർ 3, ഹോപ്പ് സീസ് ബിയോണ്ട് പ്രസൻറ്റ് സർക്കംസ്റ്റാൻസസ്. ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കാണുന്നതാണ് പ്രത്യാശ. നമ്മളിപ്പോൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന പലതുമുണ്ട്, അതിൽ പലതും വളരെ ദുഃഖകരമാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് കാണുന്നതാണ് പ്രത്യാശ. ഫെയ്ത്ത് സീസ് ഗോഡ് അറ്റ് വർക്ക് ഈവൻ ബിഫോർ വിസിബിൾ ചേഞ്ച് അപ്പിയേഴ്സ്. ഒന്നും കാണുന്നില്ല എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കാണാമറയത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അദൃശ്യനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈ കണ്ണുകൊണ്ട് കണ്ടില്ലേലും കണ്ട് വിശ്വസിക്കാൻ, കാണാതെ വിശ്വസിക്കാൻ എന്നൊക്കെ പറയുന്ന പോലെ വിശ്വസിക്കാൻ കഴിയുന്നതാണ് പ്രത്യാശ. 2 Corinthians chapter 4 verse number 18. 2 Corinthians 4:18. ഫിക്സ് അവർ ഐസ് ഓൺ വാട്ട് ഈസ് അൺസീൻ. കാണാത്ത അദൃശ്യമായ കാര്യങ്ങളിൽ അത്രേ പ്രത്യാശ വയ്ക്കേണ്ടത്. കാണുന്നതിനായി ഇനി എന്തിനാണ് പ്രത്യാശിക്കുന്നത്? കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രത്യാശിക്കേണ്ടത്. ഞാൻ ചോദിക്കുകയാണ്, ഒരു ലിസ്റ്റ് തരാമോ? നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല, എന്നാൽ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതാമോ? എവിടെയെങ്കിലും ഒരു പേപ്പറിൽ നിങ്ങൾക്കൊന്ന് എഴുതാമോ? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, ഇപ്പോൾ കണ്ടിട്ടില്ല, പക്ഷേ ഇത് കാണണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ പ്രത്യാശിക്കുക. മൈഖ ചാപ്റ്റർ 7 verse number 7. മീഖ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ വചനത്തിൽ, ആസ് ഫോർ മീ
ഐ വാച്ച് ഇൻ ഹോപ്പ് ഫോർ ദ ലോർഡ്. ഞാൻ വലിയ പ്രത്യാശയോടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. യോബിൻ്റെ പുസ്തകം 19:25 ഐ നോ ദാറ്റ് മൈ റെഡീമർ ലിവ്സ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ മനസ്സിലാക്കും. ആ ഒരു പ്രത്യാശ കണ്ടോ? താൽക്കാലികമായി നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഒരിക്കലും നിത്യമായ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇതെല്ലാം താൽക്കാലികം, ഇതെല്ലാം മാഞ്ഞു പോകും, മറഞ്ഞു പോകും. എന്നാൽ നിത്യമായ ഒന്ന് മുമ്പിൽ വച്ചിട്ടുണ്ട്. നമ്പർ 4, അൺഷേക്കബിൾ ഹോപ്പ് പ്രൊഡ്യൂസസ് എൻഡ്യൂറൻസ്. നമ്മെ പിടിച്ചു നിൽക്കുവാൻ സഹായിക്കുന്നത്, ഇട്ടിട്ടോടാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഇളകാത്ത പ്രത്യാശയാണ്. പലപ്പോഴും നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകാൻ, എല്ലാം മതിയായി, ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ പലപ്പോഴും നമ്മളുടെ മനസ്സ് നമ്മളോട് പറഞ്ഞെന്നിരിക്കും. എന്നാൽ അവിടെ പിന്മാറാതെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ പ്രത്യാശയാണ്. ഹോപ്പ് സ്ട്രെങ്തൻസ് പെർസിവിയറൻസ്. പ്രത്യാശ നമ്മുടെ സ്ഥിരോത്സാഹത്തെ ഒന്നുകൂടെ ശക്തീകരിക്കും, നമ്മുടെ സഹിഷ്ണുതയെ ശക്തീകരിക്കും. പീപ്പിൾ ലൂസ് സ്ട്രെങ്ത് ക്വിക്ക്ലി വെൻ ദേ ലൂസ് ഹോപ്പ്. വലിയ പ്രത്യാശയോടുകൂടി ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പവറാണ്, ഇല്ല ദൈവം ചെയ്യുന്നേ. എന്നാൽ പെട്ടെന്ന് നമ്മുടെ അകത്തുനിന്ന് പ്രത്യാശ അങ്ങ് മാറിയെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് സകല ശക്തിയും ചോർന്നു പോകും. ഉടൻ തന്നെ നമ്മുടെ മനസ്സിലൊരു ഭയങ്കരമായ ഒരു ഡിപ്പുണ്ടാകും. പെട്ടെന്നാണത് സംഭവിക്കുന്നത്. റോമാലേഖനം 12:12 ബി ജോയ്ഫുൾ ഇൻ ഹോപ്പ്, പേഷ്യൻ്റ് ഇൻ അഫ്ലിക്ഷൻ. ആ പ്രത്യാശയിൽ സന്തോഷിപ്പിൻ. റോമാലേഖനം 12:12 പ്രത്യാശയിൽ സന്തോഷിപ്പിൻ. ആൻഡ് ബി പേഷ്യൻ്റ് ഇൻ അഫ്ലിക്ഷൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. അപ്പം ഈ ജീവിതത്തിൽ പല കഷ്ടതകളിലൂടെ നമ്മൾ പോയെന്നിരിക്കും, പക്ഷെ അവിടെ നമ്മൾ സഹിഷ്ണുത കാണിക്കണം. പ്രത്യാശയിൽ വലിയ ബി ജോയ്ഫുൾ ഇൻ ഹോപ്പ്. പ്രത്യാശയിൽ വലിയൊരു സന്തോഷം നമ്മുടെ അകത്തുണ്ടാകട്ടെ. 1 തെസ്സലോനിക്കർ 1-ാം 3-ാമത്തെ വചനത്തിൽ കാണുന്നത് യുവർ എൻഡ്യൂറൻസ് ഈസ് ഇൻസ്പയർഡ് ബൈ ഹോപ്പ്. പ്രത്യാശയാലാണ് നിങ്ങൾക്ക് ഒരു ഉറച്ചു നിൽക്കുവാനുള്ള കൃപ ലഭിക്കുന്നത്, അതിനെ ഉത്സാഹിപ്പിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 40:31 ദോസ് ഹു ഹോപ്പ് ഇൻ ദ ലോർഡ് റിന്യൂ ദെയർ സ്ട്രെങ്ത്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ശക്തിയെ പുതുക്കും. അതിൻ്റെ അർത്ഥം ഹോപ്പ് ഫ്യൂവൽസ് സ്പിരിച്വൽ റെസിലിയൻസ്. നമ്മുടെ ആത്മീയമായ മടങ്ങിവരവ്, ആത്മീയമായ തിരിച്ചുവരവ്, ഒരു കനത്ത അടി കിട്ടിയാലും വീണ്ടും എഴുന്നേൽക്കുന്ന ആ സ്വഭാവം, അത് ഹോപ്പ് ഫ്യൂവൽസ് സ്പിരിച്വൽ റെസിലിയൻസ്. ആത്മീയമായ മടങ്ങിവരവിന് ഇന്ധനമൊഴിച്ചു കൊടുക്കുന്നത് പ്രത്യാശയാണ്. ഈ ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. ഈ നേമ എമിയൊക്കെ ചെറുതായിരുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ടോം ആൻഡ് ജെറിയൊക്കെ വെച്ച് കൊടുക്കും. ഈ ടോം ആൻഡ് ജെറിയിൽ ചില സമയത്ത് കണ്ടിട്ടുണ്ടോ, ടോം ക്യാറ്റിനെ ചില സമയത്ത് ചിലവർ അടിച്ച് ഫ്ലാറ്റാക്കി പേപ്പർ പോലെ ഫ്ലാറ്റായിട്ട് കിടക്കുമായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ചാടി ഇരുന്നിട്ട് അടുത്ത ഓട്ടം തുടങ്ങും. ഇതുപോലെ എത്ര ജീവിതത്തിലെ അടി കിട്ടിയാലും, പ്രഹരം കിട്ടി തകർന്ന് ഫ്ലാറ്റായാലും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പ്രത്യാശ. ആ പ്രത്യാശ നമ്മെ സഹായിക്കും. ഇനി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു പ്രത്യാശ, അതായത് ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ജീവനുള്ള പ്രത്യാശ എന്നാണ്, അഥവാ അൺഷേക്കബിൾ ഹോപ്പ്. ഇളകാത്ത പ്രത്യാശ എല്ലാവരുടെ അകത്ത് വന്ന് നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. എത്ര പേർക്ക് ആവശ്യമുണ്ട്? കൈനീട്ടാമ. യേശുവിൻ നാമത്തിൽ കർത്താവ് എല്ലാവരുടെ അകത്ത് ഈ പ്രത്യാശ വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇളകാതെ പിടിച്ചു നിൽക്കാൻ, വിവിധ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം. യേശുവിൻ നാമത്തിൽ ഈ ശ്വാസകോശങ്ങളിൽ പ്രയാസമുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പല പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി, പക്ഷെ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ
വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ ഈ ആംപിറ്റിനകത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ട് എന്തോ ഒരു ഗ്രോത്ത് പോലെയുള്ള ആരോ ഒരാൾ, യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഹെർണിയ സൗഖ്യമാകട്ടെ ഇന്ന് അങ്ങയുടെ നാമത്തിൽ. ജനങ്ങളെ അനുഗ്രഹിക്കുന്നത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാൻ തുടങ്ങുക. യേശുവിൻ നാമത്തിൽ വലിയ മിറക്കിൾസ് ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.